നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് കേൾക്കും, ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യാനേ പോവില്ല. പക്ഷെ ആരെന്ത് പറഞ്ഞാലും ഇവനത് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അത് അനുസരിക്കണമെന്ന ഒരു ശാപം കിട്ടിയാലുള്ള അവസ്ഥ ഓർക്കാനേ വയ്യ. അത്തരമൊരു ശാപം കിട്ടിയ പെൺകുട്ടിയുടെ കഥ പറഞ്ഞ ചിത്രമാണ് 2004 റിലീസായ എല്ല എൻചാന്റഡ് എന്ന ഫാന്റസി കോമഡി ചിത്രം. ഈ ശാപം മാറ്റാൻ അവൾക്ക് കഴിയുമോ എന്നറിയണ്ടേ? ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലാമിയ എന്ന ഒരു സ്ഥലമാണ്. അത് ഒരു ഫാന്റസി വേൾഡ് പോലെയാണ്. കാരണം അവിടെയുള്ള ചില ആളുകൾക്ക് പ്രത്യേക മാജിക്കൽ പവേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവരെ ഫെയറി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ആ നാട്ടിലാണ് നമ്മുടെ കഥാനായികയായ എല്ലയുടെ ജനനം. എല്ലയുടെ അച്ഛന്റെ പേര് പീറ്റർ എന്നും അമ്മയുടെ പേര് ഫ്രെൽ എന്നുമാണ്. അമ്മയും അമ്മയുടെ ഒരു കൂട്ടുകാരിയായ ഫെയറിയും കൂടി ചേർന്നാണ് എല്ലയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അങ്ങനെ ഇരിക്കെ ലൂസിൻഡ എന്ന പേരുള്ള ഒരു ഫെയറി കുഞ്ഞായ എല്ലയെ കാണാനായി വരുന്നു. എല്ലയെ കയ്യിലെടുത്ത് കൊഞ്ചിച്ച ശേഷം അവൾക്കൊരു ഗിഫ്റ്റ് എന്ന വണ്ണം ഒരു വരം കൊടുക്കുകയാണ് ലൂസിൻഡ. ആരെന്ത് പറഞ്ഞാലും എല്ല അത് അനുസരിക്കേണ്ടി വരുമെന്നതാണ് ആ ഒരു വരം. ആരെന്ത് പറഞ്ഞാലും അത് അനുസരിക്കണമെന്നോ? ഇത് കേൾക്കുന്ന എല്ലയുടെ അമ്മയും കൂട്ടുകാരിയായ ഫെയറിയും ഷോക്കാവുന്നു. സത്യത്തിൽ ഇതൊരു ശാപമാണോ വരമാണോ എന്ന കൺഫ്യൂഷനിൽ അവരാകുന്നു. കാര്യം ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കേണ്ടി വരിക എന്ന അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടുള്ളതല്ലേ? അങ്ങനെയല്ല വളരുംതോറും അവളോട് ആരൊക്കെ എന്തൊക്കെ പറയുന്നോ അതെല്ലാം അവൾക്ക് അനുസരിക്കേണ്ടി വരുന്നു. പക്ഷെ എല്ലയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലയ്ക്ക് ഇങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ടെന്ന കാര്യം അറിഞ്ഞിട്ടല്ല അവർ ഓരോന്നും പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ പറയുന്നതാണ്. പക്ഷെ ഈ ശാപം കിട്ടിയിരിക്കുന്ന എല്ല അതെല്ലാം അക്ഷരം പ്രതി ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ എല്ലയുടെ അമ്മ വയ്യാതെ കിടക്കുകയാണ്. ഏകദേശം മരിക്കാറായിരിക്കുന്നു. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അമ്മ എല്ലയോട് ഒരേ ഒരു കാര്യമാണ് പറയുന്നത്. മോളെ, നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ശാപത്തെ പറ്റി നീ ആരോടും പറയരുത്. അത് മറ്റുള്ളവർ അറിഞ്ഞാൽ ദുഷ്ടചിന്തയോടെ അവര് അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. നിനക്ക് മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നിന്നെ കൊണ്ട് ചെയ്യിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നീ രഹസ്യമായി സൂക്ഷിക്കണമെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് എല്ലയുടെ അമ്മ കണ്ണുകൾ അടയ്ക്കുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾ കടന്നു പോകുന്നു. ചെറിയ പെൺകുട്ടിയായിരുന്ന എല്ല ഇപ്പോൾ വളർന്ന് ഒരു സുന്ദരിയായ ടീനേജുകാരിയായിരിക്കുന്നു. എല്ലയുടെ അച്ഛനായ പീറ്റർ തന്റെ കടങ്ങളൊക്കെ വീട്ടാനായി സമ്പന്നയായ ഒരു സ്ത്രീയെ രണ്ടാമത് വിവാഹം കഴിക്കുന്നു. എല്ലയുടെ സ്റ്റെപ്പ് മദറിന്റെ പേര് ഓൾഗ എന്നാണ്. ഓൾഗയ്ക്ക് 2 പെൺകുട്ടികളുണ്ട്, ഹാറ്റിയും ഒലീവും. ഓൾഗയും ഹാറ്റിയും ഒലീവും കൂടി എല്ലയും അവളുടെ അച്ഛനും താമസിക്കുന്ന വീട്ടിൽ വന്ന് താമസിക്കുന്നു. എല്ലയ്ക്ക് അവളുടെ സ്റ്റെപ്പ് മദറിനോടും സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനോടും വലിയ കാര്യമാണെങ്കിലും അവർക്ക് തിരിച്ചങ്ങനെയല്ലായിരുന്നു. എല്ലയെ ദ്രോഹിക്കാനായിട്ടാണ് ഇവര് സമയം കണ്ടെത്തിയിരുന്നത്. എന്ത് ചോദിച്ചാലും അത് ചെയ്യണം എന്ന ഒരു ശാപം എല്ലയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം അറിയാതെ എല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എല്ലയോട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായി പറയുന്നു. എല്ല അതെല്ലാം അക്ഷരം പ്രതി ഒരു വഴക്കും ഉണ്ടാക്കാതെ മുഖം ചുളിക്കാതെ ചെയ്യുന്നത് കാണുന്ന ഇവർക്ക് ഇത് വലിയ കൗതുകം. എല്ല ചെയ്യില്ല, തരില്ല എന്നൊക്കെ പറഞ്ഞ് തടസ്സം നിന്ന് കഴിഞ്ഞാൽ ആ കാര്യം പറഞ്ഞ് എല്ലക്കിട്ട് പണി കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ് ഇവര് ഓരോ കാര്യങ്ങൾ എല്ലയോട് പറയുന്നത്. ഇതിപ്പോ കോൾ അടിച്ചല്ലോ എന്ന മട്ടിൽ എല്ലയെ കൊണ്ട് അവളുടെ റൂമിൽ നിന്ന് താമസം മാറ്റിപ്പിക്കുന്നു. കൂടാതെ എല്ലയുടെ അമ്മ കൊടുത്ത ഒരു നല്ല ചെയിൻ അവളുടെ കഴുത്തിലുണ്ടായിരുന്നു. അതും ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് കൈക്കലാക്കുന്നു. അവൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ആ ചെയിൻ. പക്ഷെ ചോദിക്കുമ്പോൾ കൊടുത്തല്ലേ പറ്റൂ. അത് ഇവൾക്ക് കിട്ടിയ ശാപമായി പോയില്ലേ? അതുകൊണ്ട് ഇവൾക്ക് അത് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഇവരുടെ കൂടെ ദുസ്സഹമായി ജീവിതം മുന്നോട്ട് പോകുമ്പോഴും എല്ല അതെല്ലാം സഹിക്കുന്നു. അങ്ങനെ ഇരിക്കെ എല്ലയുടെ അച്ഛന് ബിസിനസ് ആവശ്യത്തിന് അല്പം ദൂരേക്ക് പോകേണ്ടി വരുന്നു. എല്ലയെ ഓൾഗയുടെയും മക്കളുടെയും അടുത്താക്കിയിട്ടാണ് പീറ്റർ യാത്രയ്ക്ക് പോകുന്നത്. എന്തായാലും ദിവസങ്ങൾ മുന്നോട്ട് പോകെ ഹാറ്റിക്കും ഒലീവിനും എന്തുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ പറഞ്ഞ ഉടനെ കേൾക്കുന്നതെന്ന് സംശയമുണ്ടാകാൻ തുടങ്ങുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയം നമ്മൾ നമ്മുടെ കഥാനായകനായ ചാറിനെ കാണുന്നു. അവനൊരു രാജകുമാരനാണ്. ചാറിന്റെ അച്ഛൻ ഒരു യുദ്ധത്തിൽ മരിച്ചതുകൊണ്ട് തന്നെ ചാറിന്റെ അങ്കിളാണ് ഇപ്പോൾ രാജാവ്. ഇപ്പോഴത്തെ രാജാവായ ഈ അങ്കിളുടെ പേര് എഡ്ഗർ എന്നാണ്. എഡ്ഗർ കൂടെ കൊണ്ടു നടക്കുന്ന രാജാവിന്റെ കോലിൽ എപ്പോഴും ഒരു പാമ്പ് ചുറ്റിപ്പടഞ്ഞു കിടപ്പുണ്ട്. ഈ പാമ്പിനെ ഹെസ്റ്റൻ എന്നാണ് വിളിക്കുന്നത്. ഈ പാമ്പിനെ ഒരു പെറ്റായിട്ടാണ് എഡ്ഗർ വളർത്തുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇത് എഡ്ഗറിന്റെ റോയൽ അഡ്വൈസർ കൂടിയാണ്. അതായത് ഈ പാമ്പിന് സംസാരിക്കാൻ സാധിക്കും. ഇതൊരു ഫാന്റസി വേൾഡ് ആണെന്ന കാര്യം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിൽ ഓർക്കേണ്ടതാണ്. ഫാന്റസി വേൾഡ് ആയതുകൊണ്ടാണ് ഇവിടെ മനുഷ്യരുടെ കൂടെ തന്നെ ഫെയറീസും ഇതുപോലെ സംസാരിക്കാൻ കഴിവുള്ള ജീവികളും ഉള്ളത്. എന്തായാലും എഡ്ഗറും ചാറും ഇപ്പോൾ ചെല്ലുന്നത് ഇവരുടെ 2 പേരുടെയും സ്റ്റാച്യു ഉണ്ടാക്കിയത് ഇനോഗ്രേറ്റ് ചെയ്യാനും അവിടെ കൂടെ നിൽക്കുന്ന ഇവരുടെ പ്രജകളെ അഭിസംബോധന ചെയ്യാനുമായിട്ടാണ്. അങ്ങനെ അവരവിടെ എത്തുന്നു. എഡ്ഗർ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒത്തുകൂടിയിരിക്കുന്ന ചെറുപ്പക്കാരി പെൺകുട്ടികളുടെ കണ്ണെല്ലാം നമ്മുടെ ചാറിലാണ്, സുന്ദരനായ രാജകുമാരനിൽ. ഇതേ പ്രസംഗം കേൾക്കാനായി അവിടേക്ക് ഹാറ്റിയും ഒലീവും എല്ലയും അവളുടെ കൂട്ടുകാരിയും ഒക്കെ എത്തിയിട്ടുണ്ട്. ഹാറ്റിയും ഒലീവും എല്ലയും ഒരേ സ്കൂളിൽ പഠിക്കുന്നവരായതുകൊണ്ട് ആ ഒരു ക്ലാസ്സിലെ കുട്ടികളെ മുഴുവൻ കൊണ്ടുവന്ന കൂട്ടത്തിൽ എല്ല വന്നു പോയതാണ്. അല്ലാതെ അവൾക്ക് ഇത് കേൾക്കാൻ തീരെ താല്പര്യമില്ല. ഈ രാജാവിന്റെ ഭരണം
തീരെ ശരിയല്ല, പ്രജകൾക്ക് നന്മയൊന്നും രാജാവ് ചെയ്യുന്നില്ല എന്ന പക്ഷക്കാരിയാണ് എല്ല. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ ഇൻട്രസ്റ്റോടെ ഈ പ്രസംഗം കേട്ടിരിക്കുന്ന സമയം എല്ലയും അവളുടെ കൂട്ടുകാരിയും മാത്രം രാജാവിനും രാജകുമാരനും എതിരെയുള്ള പ്ലക്കാർഡ്സ് കാണിക്കുന്നു. എന്തായാലും രാജകുമാരനെ കണ്ട് കണ്ണു തള്ളി നിൽക്കുന്ന ഹാറ്റി എല്ല ഇങ്ങനെ രാജകുമാരനെതിരെ ഓരോന്നും എഴുതിയിരിക്കുന്നത് കണ്ട് ദേഷ്യം പിടിച്ച് എല്ലയോട് അവിടെ നിന്ന് പോകാനായി ആവശ്യപ്പെടുന്നു. പോകാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പോകാതെ എല്ലയ്ക്ക് വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് എല്ല അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം കൂടെ നിൽക്കുന്ന പെൺപിള്ളാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ നമ്മുടെ രാജകുമാരൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഈ പെൺപിള്ളാരും രാജകുമാരന്റെ പുറകിനോടുന്നു. അങ്ങനെ ഒരു വഴിയിൽ വെച്ച് എല്ലയും രാജകുമാരനും കൂട്ടിയിടിക്കുന്നു. രാജകുമാരൻ എല്ലയെ മിണ്ടരുതെന്ന് പിടിച്ചു വെക്കുന്നു. പുറകിനോടി വന്ന പെൺപിള്ളാരെല്ലാം പോയ ശേഷമാണ് രാജകുമാരൻ എല്ലയോട് സംസാരിക്കുന്നത്. എല്ല ചാറിനോട് സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ വാലറ്റ് നേരത്തെ ആ പ്രസംഗം നടന്ന സ്ഥലത്ത് വെച്ച് മറന്ന കാര്യം അവൾ ഓർക്കുന്നത്. അവൾ അത് എടുക്കാനായി പോകുമ്പോൾ എന്തുകൊണ്ടോ എല്ലയെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയതുകൊണ്ടാകാം ചാർ ഞാൻ അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു. കൂടാതെ ഞാൻ വരുന്നിടം വരെ നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവൻ അവളോട് പോകാതെ അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അവിടെ തന്നെ നിൽക്കാൻ നിർബന്ധിതയാകുന്നു. അവൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം ആ വഴിയിലൂടെ ഒരു കുതിരവണ്ടി സ്പീഡിൽ വരികയായിരുന്നു. കുതിരവണ്ടി വരുന്നത് കണ്ടിട്ട് പോലും എല്ലയ്ക്ക് അവിടെ നിന്ന് മാറാൻ കഴിയില്ല. കാര്യം അറിയാലോ, മറ്റേ ആ ഒരു ശാപം തന്നെ. കുതിരവണ്ടി ഇപ്പോൾ എല്ലയെ വന്ന് ഇടിക്കുമെന്ന് കരുതി നമ്മൾ നോക്കിയിരിക്കുമ്പോഴാണ് കുതിരവണ്ടി ഇടിക്കുന്നതിന് മുന്നേ ചാർ അവിടെ എത്തി എല്ലയെ തട്ടിമാറ്റുന്നത്. നീ എന്തുകൊണ്ടാ അപകടം സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അവിടെ നിന്ന് അനങ്ങാഞ്ഞതെന്ന് ചാർ എല്ലയോട് ചോദിക്കുമ്പോൾ അവള് മറുപടിയൊന്നും പറയുന്നില്ല. കാരണം അവളുടെ ഈ ഒരു ശാപത്തെ പറ്റി ആരോടും പറയരുതെന്ന് അമ്മ അവൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതല്ലേ. എല്ല അവിടെ ചാറിന്റെ അടുത്ത് നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് ഹാറ്റിയും ഒലിവും വരുന്നു. ഹാറ്റിക്ക് ചാറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലയെ ഒഴിവാക്കാനായി അവിടെ നിന്ന് അവളെ പറഞ്ഞു വിടുന്നു. ശേഷം ചാറിനോട് സംസാരിക്കാനായി ഹാറ്റി ശ്രമിക്കുന്നുണ്ടെങ്കിലും ചാർ സംസാരിക്കാൻ താല്പര്യപ്പെടാതെ അവിടെ നിന്ന് പോകുന്നു. ഹാറ്റിക്ക് ഭയങ്കരമായ കളി വരുന്നു. ആ എല്ലയോട് സംസാരിക്കാം, എന്നോട് സംസാരിക്കാനല്ല വയ്യാത്തത്, കാണിച്ചു തരാം ഞാൻ എന്ന് പറഞ്ഞ് ഹാറ്റി പല്ല് കടിക്കുന്നു. ശേഷം എല്ലയെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന കടയിൽ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന വളരെ എക്സ്പെൻസീവ് ആയ ഷൂ കാണിച്ചിട്ട് അത് നീ എനിക്ക് വേണ്ടി മോഷ്ടിക്കണമെന്ന് ഹാറ്റി പറയുന്നു. എല്ല താൻ എന്ത് പറഞ്ഞാലും ചെയ്യുമെന്നറിയാവുന്ന ഹാറ്റി അതുമൂലം എല്ലയ്ക്ക് ഒരു പണി കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും പറഞ്ഞതനുസരിക്കേണ്ട ഒരവസ്ഥയിൽ പെട്ടിരിക്കുന്ന എല്ല താല്പര്യമില്ലാഞ്ഞിട്ടും ആ ഷൂ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ട് ഭടന്മാർ അവളെ പിടിച്ച് കൈവിലങ്ങ് അണിയിക്കുന്നുണ്ടെങ്കിലും പിന്നീട് എല്ലയുടെ രണ്ടാനമ്മയായ ഓൾഗ എത്തി എല്ലയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഹാറ്റി വളരെ ഇന്നസെന്റായി ഈ നടന്ന മോഷണത്തിൽ അവൾക്ക് ഒരു പങ്കുമില്ല, അവൾ എല്ലയെ കൊണ്ട് ചെയ്യിച്ചതേ അല്ല എന്ന മട്ടിൽ അവിടെ കിടന്ന് ഡ്രാമ കാണിക്കുന്നു. കൂടാതെ ഓൾഗ എല്ലയുടെ കൂട്ടുകാരിയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായി ആവശ്യപ്പെടുന്നു. അവളുടെ കൂട്ടുകെട്ടാണ് എല്ലയെ കൊണ്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യിപ്പിക്കുന്നതെന്ന് ഹാറ്റി പറഞ്ഞു കൊടുത്തതിന്റെ ദേഷ്യത്തിലാണ് ഇങ്ങനെ ഓൾഗ ഉത്തരവിടുന്നത്. എന്തായാലും മനസ്സോടെ തന്റെ പ്രിയ കൂട്ടുകാരിയെ വീട്ടിൽ നിന്ന് എല്ല ഇറക്കി വിടുന്നു. ശേഷം അവള് മുറിയിൽ വന്നിരുന്ന് കരയാണ്. കുട്ടിക്കാലത്ത് ഒരു ഫെയറി തനിക്ക് വരമായി തന്ന ഇത് പക്ഷെ വളർന്നു വരുന്തോറും തനിക്കൊരു ശാപമായിട്ടാണല്ലോ മാറുന്നത്. എന്തിനായിരിക്കും ഫെയറി തനിക്കിട്ട് ഇങ്ങനെ ഒരു പണി വെച്ചത്? അതിന് മാത്രം അവർക്ക് തന്നോട് ശത്രുത തോന്നാൻ കുഞ്ഞായ താൻ എന്ത് തെറ്റ് അവരോട് ചെയ്തത് എന്ന് 100 ചോദ്യങ്ങൾ എല്ലയുടെ ഉള്ളിലുണ്ടാകുന്നു. അങ്ങനെ എല്ല ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഈ ഒരു വരമായി കിട്ടിയ ശാപം മാറ്റാനായി അത് അവൾക്ക് നൽകിയ ലൂസിൻഡ എന്ന ഫെയറിയെ കണ്ടെത്താനായി അവള് തീരുമാനിക്കുന്നു. പക്ഷേ എവിടെ ലൂസിൻഡയെ പോയി തിരക്കുമെന്ന് എല്ലയ്ക്ക് ഒരു പിടിയുമില്ല. ആ സമയത്താണ് കുട്ടിക്കാലം മുതൽ എല്ലയുടെ വീട്ടിലുള്ള മാൻഡി എന്ന ഫെയറി എല്ലയ്ക്ക് ഒരു പോം വഴി പറഞ്ഞു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മാൻഡിയും എല്ലയുടെ അമ്മയും കൂടിയാണ് കുട്ടിക്കാലം മുതൽ എല്ലയുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവളെ വളർത്തിയത്. ലൂസിൻഡ അവൾക്ക് ഈ ഒരു കേഴ്സ് നൽകുന്ന സമയത്തും അവിടെ മാൻഡിയും എല്ലയുടെ അമ്മയും ഉണ്ടായിരുന്നല്ലോ. മാൻഡി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അറിയാതെ ഒരു മാജിക് ചെയ്ത് അത് കൊളമായി മാൻഡിയുടെ ബോയ് ഫ്രണ്ട് ആയ മെന്നി ഒരു പുസ്തകത്തിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ബെന്നിയെ എല്ല ഏൽപ്പിച്ച ശേഷം മാൻഡി പറയാണ് ബെന്നി എല്ലയ്ക്ക് ലൂസിൻഡയെ കണ്ടെത്താനായി വഴികാട്ടിയാകുമെന്ന്. അങ്ങനെ ബെന്നി പുസ്തകത്തിലൂടെ നോക്കുന്ന സമയം ലൂസിൻഡ ഒരു കല്യാണത്തിന് പോകാനായി തയ്യാറെടുക്കുന്നു എന്ന് മനസ്സിലാവുന്നു. ഉടനെ തന്നെ എല്ല രഹസ്യമായി അങ്ങോട്ടേക്ക് പുറപ്പെടാനായി തയ്യാറെടുക്കുന്നു. കൂട്ടിന് മാൻഡി ബെന്നിയും കൊടുത്തുവിടുന്നു. അങ്ങനെ ലൂസിൻഡ അന്വേഷിച്ച് ജയന്റിന്റെ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രാമധ്യേ എല്ല ആ ഒരു കാഴ്ച കാണുന്നു. ഒരാളെ കുറച്ച് പേര് ചേർന്ന് ഉപദ്രവിക്കുന്ന കാഴ്ച. എല്ല അത് കണ്ട് ഇടപെടാതെ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആള് എല്ലയെ കാണുകയും തന്നെ രക്ഷിക്കാനായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആരെന്ത് ആവശ്യപ്പെട്ടാലും ചെയ്യേണ്ട അവസ്ഥയിലുള്ള എല്ല ആ ആളുകളുമായി ഫൈറ്റ് ചെയ്ത് അപകടത്തിലുള്ള ആളെ രക്ഷിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാളുടെ പേര് സ്ലാനൻ എന്നാണെന്നും ഇയാൾ ഒരു എൽഫാണെന്നും. ഈ പീറ്റർ പാൻ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അതില് പച്ച ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന മാജിക് ഒക്കെ അറിയാവുന്ന കുഞ്ഞൻ ആ ഒരു ഗണത്തിൽപ്പെട്ട ആളുകളെ പറയുന്ന പേരാണ് എൽഫ് എന്ന്. പൊതുവെ ഓരോ വംശത്തിൽപ്പെട്ട ആളുകൾക്കും ഓരോ ചുമതലയുണ്ടല്ലോ. എൽഫ് എന്ന വംശത്തിൽപ്പെട്ട ആളുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി എന്റർടൈൻ ചെയ്യാനായി കടമപ്പെട്ടവരാണ്. പക്ഷെ സ്ലാനന് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് തന്റെ
ജീവിതം പാഴാക്കുന്നതിന് പുറമെ ഒരു വക്കീലാകണമെന്ന ആഗ്രഹമാണ് ഉള്ളത്. എന്തായാലും സ്ലാനൻ തന്നെ രക്ഷിച്ചതിന് നന്ദി സൂചകമായി അവന്റെ ആളുകളുടെ അടുത്തേക്ക് എല്ലയെ കൊണ്ടുപോകുന്നു. അന്ന് ഈ എൽഫുകളുടെ ലോകത്ത് എല്ല വളരെ സന്തോഷത്തിൽ പാട്ടുപാടിയും ഡാൻസ് കളിച്ചും സമയം ചെലവഴിക്കുന്നു. ഇതേ സമയം എല്ലയ്ക്ക് വേണ്ടി പ്രിൻസ് ചാർ അയച്ച ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ മാനിക്ക് ലഭിക്കുന്നു. പക്ഷേ എല്ല ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഓൾഗയുടെ കയ്യിലേക്ക് എത്തുന്നു. എല്ലയെ ഒരു ഡാൻസ് പാർട്ടിക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരുന്നു അതെങ്കിലും താനും തന്റെ മകളുമായിരിക്കും അവിടേക്ക് പോവുക എന്നൊരു തീരുമാനം അത് കാണുന്ന ഓൾഗ എടുക്കുന്നു. കാരണം രാജകുമാരന്റെ ഇൻവിറ്റേഷൻ അല്ലേ, അതിന് ആ എല്ലേക്കാൾ പോകാൻ യോഗ്യര് തങ്ങളാണെന്ന് ഓൾഗ വാദിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാ എൽഫുകളുടെ ലോകത്ത് ഇരിക്കുന്ന സമയം അവിടേക്ക് ഒരു കുതിരവണ്ടി വരികയും അതിൽ ഒരുപാട് എൽഫുകളെ അടിമപ്പണി ചെയ്യാനായി കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. എന്തൊരു അനീതിയാണിത്! രാജാവിന്റെ ഉത്തരപ്രകാരമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അറിയുമ്പോൾ വിശ്വസിക്കാൻ തന്നെ പ്രയാസമുണ്ട്. രാജാവ് ഒരു ദുഷ്ടനാണല്ലേ. നമുക്ക് രാജകുമാരനോട് സഹായം ചോദിച്ചാലോ? രാജാവിനെ പോലെയല്ല അദ്ദേഹം, കുറച്ച് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് എല്ലാ സ്ലാനനെയും കൂട്ടി സ്ലാനന്റെ മറ്റാളുകളെ രക്ഷിക്കാനായി ചാറിനെ കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ചാറിനെ തേടിയുള്ള ഇവരുടെ യാത്രക്കിടയിൽ ഓഗ്രേ എന്ന ഒരു വർഗത്തിൽപ്പെട്ട ആളുകളുടെ മുന്നിൽ എല്ല പെട്ടുപോകുന്നു. ഈ ഓഗ്രേക്കാര് വളരെ ദുഷ്ടന്മാരാണ്. അവർ എല്ലെ കണ്ടപാടെ അവളെ ഭക്ഷണമായി പാകം ചെയ്ത് കഴിക്കാനായി ശ്രമിക്കുന്നു. എല്ലയ്ക്ക് അത് എതിർക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്തായാലും എല്ലയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നതിന് മുന്നേ അവിടേക്ക് ചാർ എത്തുന്നു. ചാർ എല്ലയെ രക്ഷിക്കാനായി ഓഗ്രേകളുമായി ഫൈറ്റ് ചെയ്യുന്നു. ഈ ഓഗ്രേസിന്റെ കൂടെയുള്ള ഫൈറ്റിന്റെ ഇടയിലാണ് ചാറിന്റെ അച്ഛൻ മരണപ്പെട്ടതെന്നാണ് എഡ്ഗർ ചാറിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. തന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ ചാറിന് എന്നും മോഹമുണ്ടെങ്കിലും ഇത്തവണ ചാർ ഇവരെ കയ്യിൽ കിട്ടിയിട്ടും കൊല്ലുന്നില്ല. ചാർ സ്ലാനനെയും എല്ലയും കൂട്ടി തന്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. പോകും വഴി സ്ലാനൻ എൽഫുകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ പറ്റി ചാറിനോട് പറയാൻ ശ്രമിക്കുമ്പോൾ ചാർ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്റെ അങ്കിളാണ്. അങ്കിളിനോട് നേരിട്ട് പറഞ്ഞാൽ മതി. അദ്ദേഹമാണ് ഇപ്പോഴത്തെ മഹാരാജാവെന്ന് ചാറ് പറഞ്ഞൊഴിയാൻ ശ്രമിക്കുന്നത് എല്ലയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. ഭാവിയിൽ മഹാരാജാവാകാൻ പോകേണ്ട ആളാണ് നിങ്ങൾ, എന്നിട്ട് ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് തീരെ ശരിയല്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പിണങ്ങി കുതിരവണ്ടിയിൽ സ്പീഡിൽ മുന്നോട്ട് പോകുന്നു. ചാർ അവളുടെ പുറകിനും പോകുന്നു. അങ്ങനെ എല്ലയുടെ പുറകിന് പോകുന്ന ചാറ് ചെന്നെത്തുന്നത് ജയൻസ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. മനുഷ്യരെക്കാൾ ഒരുപാട് ഇരട്ടി വലിപ്പമുള്ള ഈ ജയൻസ് പക്ഷെ മനുഷ്യന്റെ കീഴിൽ വളരെ സാധുക്കളായി നിന്ന് അവിടെ അടിമപ്പണി ചെയ്യുന്നു. പ്രത്യേകിച്ച് രാജാവിന് വേണ്ടിയുള്ള അടിമപ്പണിയാണ് ഇവരിപ്പോൾ എടുക്കുന്നത്. ഇത് കാണുന്ന ചാറിന് വലിയ അത്ഭുതം. ചാർ ഈ ജയൻസിനെ പറ്റി മുന്നേ കേട്ടിട്ടുണ്ട്. പക്ഷെ മുന്നേ കണ്ട ഓഗ്രേ പോലെ തന്നെ ഇവരും മഹാദുഷ്ടന്മാരെന്ന അറിവാണ് അങ്കിളായ എഡ്ഗറിൽ നിന്ന് ചാറിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കേട്ടറിഞ്ഞതുപോലെയല്ല ഈ ജയൻസ് എന്ന കാര്യം അപ്പോഴാണ് ചാറിന് മനസ്സിലാവുന്നത്. കൂടാതെ നേരത്തെ സ്ലിനൻ പറഞ്ഞ പോലെ എൽഫുകളെ അടിമപ്പണി ചെയ്യിക്കുന്നത് പോലെ തന്നെ ഇവിടെ ജയൻസിനെ കൊണ്ടും അടിമപ്പണി ചെയ്യിക്കുന്നു. രാജഭരണം മൂലം ഈ രണ്ട് വർഗവും നന്നായി കഷ്ടപ്പെടുന്നുണ്ടെന്ന തിരിച്ചറിവ് ചാറിനുണ്ടാകുന്നു. എന്തായാലും അവിടെ നിന്ന് ചാറ് എല്ലയും കൂട്ടി നേരെ അവൾ പോകാൻ ആഗ്രഹിച്ച ലൂസിന്റെ പങ്കെടുക്കുന്ന ആ ഒരു ജയന്റിന്റെ കല്യാണം നടക്കുന്ന വേദിയിലേക്ക് ചെല്ലുന്നു. പക്ഷേ അവിടെ എത്തുന്ന ഇവർ അറിയുന്നത് ലൂസിന്റെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്ന വിവരമാണ്. അന്വേഷിച്ചു വന്ന ലൂസിന്റെ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയ എല്ല അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ ചാർ അവളെ തടയാണ്. ഇവിടെ നിന്ന് പോകണോ അതോ കുറച്ചു നേരം ഇവിടെ സമയം ചെലവഴിച്ചൂടെ? നീ തന്നെ പറ, എന്ത് വേണമെന്ന് ഒരു ഓപ്ഷൻ പോലെ ചാർ എല്ലയോട് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കാരണം ഇത്രയും നാള് അവളെ കൊണ്ട് ഓരോരുത്തർ നീ പോവണ്ട, നീ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോണം, നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്ത് ഇവളെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവൾ സ്വന്തമായി തീരുമാനമെടുക്കുന്ന രീതിയിൽ ഒരു കാര്യം ചാർ ഇവളോട് ചോദിച്ചിരിക്കുന്നു, പോകണോ വേണ്ടയോ എന്ന്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിൽ എല്ല പോകണ്ട എന്ന് തീരുമാനിച്ച് അവിടെ ചാറിന്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെ ആ ജയന്റുകളുടെ കൂടെ ഇവർ ആടിയും പാടിയും സമയം ചെലവഴിക്കുന്നു. കൂടാതെ അവിടെ അതിനുശേഷം വിശ്രമിക്കുന്നതിന്റെ ഇടയിൽ ചാർ എല്ലയോട് വളരെ നന്ദി പറയുകയാണ്. കാരണം എല്ല കാരണം ചാർ ഇന്ന് ഒരുപാട് വർഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടുമുട്ടി അവരെ മനസ്സിലാക്കാൻ സാധിച്ചു. അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മഹാരാജാവാകുന്ന സമയത്ത് ഇതെല്ലാം നല്ലൊരു രാജാവാകാൻ തന്നെ ഉപകരിക്കുമെന്ന്, തന്നെ സഹായിക്കുമെന്ന് ചാർ പറയുന്നത് കേൾക്കുന്ന എല്ലയ്ക്കും ഭയങ്കര സന്തോഷം. എല്ലയ്ക്കും അത്തരമൊരു രാജാവാണ് ഈ നാടിന് വേണ്ടതെന്നാണ് തോന്നുന്നത്. എല്ലാ വർഗത്തിൽപ്പെട്ട ആളുകളെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരു രാജാവ്. എല്ല ചാറിന്റെ സംസാരത്തിൽ വളരെ ഇംപ്രസ്ഡ് ആകുന്നു. അങ്ങനെ എല്ലയ്ക്കും ചാറിനും ഇടയിൽ പ്രണയം മുട്ടിടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ചാർ എല്ലയും കൂട്ടി തിരികെ കൊട്ടാരത്തിലേക്ക് പോകുന്നതാണ്. ചാറിന് അധികാരം കൈമാറേണ്ട സമയം എത്തിയിരിക്കുന്നു. അതിന്റെ ഫംഗ്ഷൻ കൊട്ടാരത്തിൽ നടക്കാൻ പോകുന്നു. ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരുന്നു യഥാർത്ഥത്തിൽ ചാർ എല്ലയ്ക്ക് മുന്നേ അയച്ചിരുന്നത്. ആ ലെറ്റർ പക്ഷെ കൈക്കലാക്കിയ ഓൾഗ തന്റെ 2 പെൺമക്കളെയും കൂട്ടി ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായി കൊട്ടാരത്തിലേക്ക് ആ സമയം എത്തുന്നു. ചാറിന്റെ കൂടെ എല്ല എത്തിയത് കാണുന്ന ഓൾഗയ്ക്കും ഓൾഗയുടെ മക്കളായ ഹാറ്റിക്കും ഒലീവിനും അത് ഇഷ്ടപ്പെടുന്നില്ല. ഇതേ സമയം എഡ്ഗറിന്റെ അടുത്ത് ചാർ
എല്ലയെ പരിചയപ്പെടുത്തുന്നു. എല്ലയുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് എന്തോ ഒരു വശപ്പിശകുണ്ടല്ലോ എന്നും എഡ്ഗർ മനസ്സിലാക്കുന്നു. തുടർന്ന് പിന്നീട് എഡ്ഗർ ചാറുമായി സംസാരിക്കുന്ന സമയം താൻ മഹാരാജാവായി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി ചാറ് പറയുന്നു. മുന്നേ എല്ലയുടെ കൂടെ പല വർഗത്തിൽപ്പെട്ട മനുഷ്യരെ കണ്ട് അതെല്ലാം പരിഹരിക്കുമെന്നൊക്കെ പറയുന്നത് എഡ്ഗറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കൂടാതെ ചാർ എല്ലയെ കല്യാണം കഴിക്കാനും തനിക്ക് ആഗ്രഹമുണ്ടെന്ന കാര്യം എഡ്ഗറിനോട് വെളിപ്പെടുത്തുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എഡ്ഗർ എല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്ററായ ഹാറ്റിയെ ചെന്ന് കണ്ട് എല്ലയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. അങ്ങനെ എല്ലയ്ക്ക് കിട്ടിയ ആ ഒരു ശാപത്തെ പറ്റി മനസ്സിലാക്കുന്നു. ആരെന്ത് പറഞ്ഞാലും അക്ഷരം പ്രതി അത് അനുസരിക്കണമെന്ന ശാപം. ഇത് കേട്ട് എഡ്ഗർ അയാളുടെ മനസ്സിൽ ചില കുബുദ്ധികൾ മെനയുന്നു. പിന്നെ എല്ലയെ തനിയെ ചെന്ന് കണ്ട് അവളുടെ ആ ഒരു ശാപത്തെ മുതലെടുക്കാൻ നോക്കുന്നു. അവളുടെ കയ്യിൽ ഒരു കത്തി കൊടുത്ത് ഇന്ന് രാത്രി ചാറിനെ അവൾ കൊല്ലണമെന്നും ഇതിന് പിന്നിൽ എഡ്ഗറിന്റെ ബുദ്ധിയാണെന്ന കാര്യം ആരും അറിയരുതെന്നും അവൾക്ക് ഓർഡർ നൽകുന്നു. ഇത് കേട്ട് എല്ല ഷോക്കാവുന്നു. അവളുടെ മനസ്സിനും ബുദ്ധിക്കും ചാറിനെ കൊല്ലാൻ സാധിക്കില്ലെങ്കിലും ശാപം മൂലം അവൾക്കത് ചെയ്തേ തീരൂ. അങ്ങനെ അവൾ ആകെ പെട്ട അവസ്ഥയിലാവുന്നു. അധികാരമോഹിയായ എഡ്ഗറാണ് ചാറിന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന കാര്യം അപ്പോൾ അവൾ മനസ്സിലാക്കുന്നു. ചാറിനെ കൊല്ലാതിരിക്കാനായി എത്രയും പെട്ടെന്ന് ലൂസിന്റെ കണ്ടെത്തി തന്റെ ശാപം മാറ്റണമെന്ന് എല്ലാം മനസ്സിലാക്കുന്നു. അവൾ അങ്ങനെ ചാറിന് ഒരു കത്തെഴുതി വെച്ച് കൊട്ടാരം വിട്ടിറങ്ങുന്നു. നേരെ സ്ലിന്നിനെ ചെന്ന് കണ്ട് തന്നെ കൊട്ടാരത്തിൽ നിന്ന് ഏറെ ദൂരെയുള്ള ഒരു മരത്തിൽ കെട്ടിയിടാനായി എല്ല ആവശ്യപ്പെടുന്നു. അവൻ അതുപോലെ അവളോട് ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാര്യം തിരക്കുമ്പോൾ എല്ലയ്ക്ക് അത് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. തനിക്കൊരു ഉപകാരം ചെയ്യണമെന്നും കൊട്ടാരത്തിലുള്ള തന്റെ ആ പുസ്തകം എടുത്തോണ്ട് വരണമെന്നും എല്ല സ്ലിന്നിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവുന്നതാണ്. ആട്ടവും പാട്ടും അങ്ങനെ ഭയങ്കരമായ ആഘോഷം കൊട്ടാരത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ചാർ മാത്രം വളരെ വിഷമത്തിലിരിക്കുന്നു. എല്ലയെ കാണാത്തതിന്റെ വിഷമമാണിത്. ഇതേ സമയം 12 മണിക്ക് ചാറിനെ കൊല്ലണമെന്ന നിർദ്ദേശമായിരുന്നല്ലോ എഡ്ഗർ എല്ലയ്ക്ക് നൽകിയിരുന്നത്. ഇപ്പോൾ സമയം 11:30 അടുത്തിരിക്കുന്നു. സമയം അടുക്കുന്തോറും എല്ലയ്ക്ക് ഉള്ളിൽ ഇങ്ങനെ കൊട്ടാരത്തിലേക്ക് പോയി ചാറിനെ കൊല്ല് എന്ന ആ ഒരു ഇൻറ്റ്യൂഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു. ഈ സമയം വളരെ അപ്രതീക്ഷിതമായി അങ്ങോട്ടേക്ക് ഫെയറി ലൂസിന്റെ വരുന്നു. ലൂസിന്റെ കണ്ടപാടെ എല്ല തന്റെ ശാപം മാറ്റി തരണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ലൂസിന്റെ അതിന് തയ്യാറാവുന്നില്ല. മറിച്ച് എല്ലയുടെ കെട്ടഴിച്ചു വിട്ട് അവളെ ഒരു രാജകുമാരിയെ പോലെ വേഷം ധരിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് പോകാനായി അവളോട് ആവശ്യപ്പെടുന്നു. എല്ല ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായിരിക്കാണ്. ഈ സമയം അവൾ കൊട്ടാരത്തിലേക്ക് എത്തിയാൽ അവൾക്ക് ചാറിനെ കൊല്ലേണ്ടി വരുമെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട്. ഇതേ സമയം ചടങ്ങിന്റെ ഭാഗമായി ഡാൻസ് ചെയ്യേണ്ട ചാറ് മറ്റു വഴിയില്ലാതെ എല്ല വരാത്തതുകൊണ്ട് ഹാറ്റിയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ നിർബന്ധിതനാകുന്നു. ആ സമയം അങ്ങോട്ടേക്ക് എല്ല എത്തുന്നു. എല്ലയെ കണ്ടപാടെ ചാർ എല്ലയുടെ അടുത്തോട്ട് ഓടിച്ചെന്ന് അവളെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവരിപ്പോൾ നിൽക്കുന്ന സ്ഥലം നിറയെ കണ്ണാടിയാണ്. അവിടെ നിന്നുകൊണ്ട് ചാർ എല്ലയെ പ്രപ്പോസ് ചെയ്ത് ഇനി ഒരിക്കലും അവനെ വിട്ടു പോകരുതെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് ചാർ എല്ലയെ കെട്ടിപ്പിടിക്കുന്നു. സമയം 12 മണി ആവുന്നത് കൊണ്ട് തന്നെ എല്ല കയ്യിലെ കത്തിയെടുത്ത് അവനെ കുത്താനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവള് തന്നെ അവളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കത്തി താഴെയിടുന്നു. അപ്പോഴങ്ങോട്ടേക്ക് എഡ്ഗർ വരുന്നു. എല്ല ചാറിനെ കൊന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന എഡ്ഗർ എല്ലയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ചൂണ്ടിക്കാട്ടി ചാറിനോട് അവൾ അയൽരാജ്യത്തെ ചാരയാണെന്നും അവൾ ചാറിനെ കൊല്ലാനായിട്ടാണ് ചാറിന്റെ കൂടെ നടന്നതെന്നും ഒരു കള്ളക്കഥ മെനിഞ്ഞ് എല്ലയെ തുറങ്കലിൽ അടയ്ക്കുന്നു. താനാണ് എല്ലയോട് ചാറിനെ കൊല്ലാൻ പറഞ്ഞതെന്ന് എല്ല പറഞ്ഞ് ചാർ അറിയാതിരിക്കാനായിട്ടുള്ള എഡ്ഗറിന്റെ തന്ത്രമായിരുന്നു അത്. തന്റെ ഒരു ശ്രമം പാളിപ്പോയെങ്കിലും ചാറിനെ കൊല്ലുന്നതിൽ നിന്ന് പിന്മാറാൻ എഡ്ഗർ തയ്യാറല്ല. മഹാരാജാവായിരുന്ന ചാറിന്റെ അച്ഛനെ അധികാരം മോഹിച്ച് എഡ്ഗർ ആണ് കൊന്നത്. ചാർ ആ സമയം ചെറിയ പയ്യനായതുകൊണ്ട് രാജ്യഭരണം എഡ്ഗറിലേക്ക് വന്നു. രാജകുമാരനായ ചാർ പ്രായപൂർത്തിയായി ഭരണം ഏറ്റെടുക്കാൻ പ്രാപ്തനാകുന്ന സമയം ഭരണം തിരിച്ചു കൊടുക്കേണ്ടത് എഡ്ഗറിന്റെ ചുമതലയാണ്. ആ ഒരു സമയമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. പക്ഷേ ഭരണം കൊടുക്കാനായി എഡ്ഗർ തയ്യാറല്ല. ചാറിനെ അതിനു മുമ്പ് കൊല്ലണമെന്ന് എഡ്ഗർ തീരുമാനിക്കുന്നു. അതിനായിട്ടാണ് എല്ലയെ ചുമതലപ്പെടുത്തിയത്. ആ പണി പാളിയത് കൊണ്ട് തന്നെ അടുത്തൊരു പണി ചാറിനിട്ട് കൊടുക്കാനായി എഡ്ഗർ ആലോചന നടത്തുന്നു. ഇതേ സമയം ഓഗ്രേകളുടെയും ജയൻസിന്റെയും മറ്റ് എൽഫ്സിന്റെയും സഹായം സ്ലിനൻ തേടിയിട്ടുണ്ടായിരുന്നു എല്ലയെ രക്ഷിക്കാനായി. അങ്ങനെ എല്ലയെ എങ്ങനെ രക്ഷിക്കുമെന്ന് എല്ലാവരും കൂടി ആലോചിക്കുന്ന സമയത്താണ് ബെന്നി എന്ന ആ ഒരു മാജിക്കൽ ബുക്ക് സ്ലിന്നന്റെ കയ്യിലെത്തുന്നത്. അത് തുറക്കുന്ന സ്ലിനൻ എല്ല ഇപ്പോൾ തടവിലാണെന്നും ചാർ തലയിൽ വെക്കാൻ പോകുന്ന കിരീടത്തിൽ വിഷം പുരട്ടി അത് തലയിൽ വെച്ചാൽ ഉടനെ മരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരുത്തി തീർക്കാൻ പോവുകയാണെന്നും മനസ്സിലാക്കുന്നു. തുടർന്ന് സ്ലിനൻ വളരെ പാടുപെട്ട് എല്ലയെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്നു. എഡ്ഗറിന്റെ പദ്ധതികളെ പറ്റിയും എല്ലയെ അറിയിക്കുന്നു. അങ്ങനെ കിരീടം തലയിൽ വെക്കുന്ന ആ ഒരു ചടങ്ങ് എത്തുന്ന ആ സമയം എല്ല വേഗം തന്നെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് ചാറിനെ കാര്യം അറിയിക്കുന്നു. ചാറിന്റെ അച്ഛനെ കൊന്ന് ആ ഒരു കുറ്റം ഓഗ്രേകളുടെ തലയിൽ കെട്ടിവെച്ച എഡ്ഗറിനെ ഓഗ്രേകൾക്കും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചാറിനെ രക്ഷിക്കാനായി അവരിങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും എല്ലയെ രക്ഷിക്കാനായി
ഒത്തുകൂടിയ ഇവരെല്ലാരും കൂടി ചേർന്ന് തടയാൻ ശ്രമിച്ച ഭടന്മാരെയൊക്കെ അടിച്ചിടുന്നു. ചാറിനും തന്റെ അച്ഛനെ കൊന്നത് എഡ്ഗർ ആണെന്ന കാര്യം എല്ല പറഞ്ഞ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു. ഇതേ സമയം പെട്ടെന്ന് ആ ഒരു അധികാരമോഹത്തിൽ വിഷം പുരട്ടിയ കിരീടമാണെന്ന കാര്യം പോലും മറന്ന് എഡ്ഗർ ആ ഒരു കിരീടം എടുത്ത് തലയിൽ വെക്കുകയും അടുത്ത നിമിഷം തന്നെ അതിന്റെ എഫക്റ്റിൽ മരിച്ചു വീഴുകയും ചെയ്യുന്നു. തന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വലിയ കള്ളം തന്റെ ഉള്ളിൽ ഈ അങ്കിളായ എഡ്ഗർ കുത്തിക്കയറ്റി വെച്ചതിന്റെ തെറ്റിദ്ധാരണയും എല്ലാം മാറ്റിയ എല്ലയോട് ചാർ ഇപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്ന സമയം ഇത് കണ്ടു നിൽക്കുന്ന എല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്ററായ ഹാറ്റിക്ക് സഹിക്കുന്നില്ല. ഹാറ്റി എല്ലയുടെ ആ ഒരു ശാപം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലയോട് പ്രപ്പോസൽ റിജക്ട് ചെയ്യാനായി ആവശ്യപ്പെടുമ്പോൾ എല്ല ഹാറ്റിയുടെ അടുത്തേക്ക് എത്തി പണ്ട് എല്ലയുടെ അടുത്ത് നിന്ന് ഹാറ്റി വാങ്ങിയ അവളുടെ അമ്മ നൽകിയ മാല തിരിച്ചു വാങ്ങുകയും ചാറിന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. തനിക്ക് കിട്ടിയ ശാപത്തെ എല്ല ഇപ്പോൾ ഓവർകം ചെയ്തിരിക്കുന്നു. ഇനി മുതൽ ആർക്കും അവളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ആര് പറയുന്നതും അവൾ ഇനി അക്ഷരം പ്രതി അനുസരിക്കേണ്ട കാര്യവും വരില്ല. നല്ലതേത് ചീത്തയേത് എന്ന വിവേചന ബുദ്ധിയോടെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ഇപ്പോൾ എല്ലയ്ക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ജനനം മുതൽ ഈ നിമിഷം വരെ ഒരുപാട് കഷ്ടപ്പെട്ട എല്ല ഇപ്പോൾ ചാർ മഹാരാജാവിന്റെ രാജ്ഞിയായി ലാമിയ എന്ന ആ നാട് ഭരിക്കുന്നത് കാണിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായി ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ഫാന്റസി സിനിമ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.